ചൊല്ലിക്കൊടുത്ത പതുക്കെ പറയുക എന്നുള്ളതാണ്. അല്ല, മന്ത്രം എന്ന വാക്കിന് മെല്ലെ പറയാന്ന അർത്ഥം അല്ലെ. പക്ഷെ മന്ത്രിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് റുഖിയ എന്നാണ് അർത്ഥം. റുഖിയ എന്നത് ഹിബ്ബിന്റെ ഭാഗമായിട്ട് മന്ത്രിക്കാൻ വേണ്ടി മന്ത്രി ചൂതണം. ഊതൽ നബി ഊതിയിട്ടുണ്ട്. ആയിഷാറിന് നബി ഊതി കൊടുത്തത് തടവി കൊടുത്തൊക്കെ ഹദീസിലില്ലേ? എവിടെയാവുന്നുണ്ട്? ബുഖാരിയിലുണ്ട്. എവിടെയോ അത് ശരീരത്തിന് ഊതി കൊടുത്താൽ തടവി കൊടുത്താൽ നമ്മൾ രോഗിയെ സന്ദർശിക്കുമ്പോൾ അല്ലാഹുമ്മ റബ്ബനാസ് ചൊല്ലൂലേ? അതൊരു മന്ത്രമാണല്ലോ. അത് നമ്മൾ രോഗിക്കും തടവി കൊടുക്കില്ല. നബി തടവിയിട്ടുണ്ട്, സഹാബത്ത് തടവിയിട്ടുണ്ട്. സഹൂർ ഇൻഷാല്ല രോഗവേദനുള്ള സ്ഥലത്താണ് ഈ വേദന കൈവച്ച് ചെയ്യാം. ആണുങ്ങളെ സന്ദർശിക്കുമ്പോൾ, പെണ്ണുങ്ങളെ സന്ദർശിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൂരം നിന്ന് പ്രാർത്ഥിക്കുക മാത്രം. അല്ല, പ്രത്യേക മന്ത്രിക്കുന്ന ഒരാളെന്ന് പറഞ്ഞിട്ട് അവിടെ അതുകൊണ്ട് നമ്മളൊക്കെ പഠിച്ചാൽ മതി. പ്രത്യേകിച്ച് മന്ത്രിക്കുന്ന ഒരാളൊന്നും ഉണ്ടാകണ്ടല്ലേ, നമ്മളൊക്കെ മന്ത്രം പഠിച്ചാൽ മതി. റസൂൽ പഠിപ്പിച്ച മന്ത്രങ്ങൾ ചൊല്ലി കൊടുക്കുക, ഹദീസിൽ പറഞ്ഞ ദിക്റുകൾ ചൊല്ലി കൊടുക്കുക, നമ്മളൊക്കെ പഠിച്ചാൽ പ്രത്യേക ആളൊന്നും ഉണ്ടാവും. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം രോഗം വന്നാൽ പ്രാർത്ഥിക്കുക എന്നുള്ളത് രോഗം വന്നാൽ രോഗിക്ക് മനസ്സിലാക്കിയിരിക്കണം. മന്ത്രിക്കാനുള്ള വാക്ക് അവർക്ക് അറിയില്ല. അത് പഠിപ്പിച്ചു കൊടുക്കണം. മന്ത്രിക്കാന്നുള്ള വാക്കിനെ പഠിപ്പിച്ചു കൊടുക്കണം. മന്ത്രിക്കൽ ഇസ്ലാമിലുണ്ട്. അല്ല, മന്ത്രം എന്താണെന്ന് അവർക്ക് ഇതാണ് പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ. നേരത്തെ വായിച്ചില്ല ഇവിടെ അള്ളാഹുവിന്റെ ഞാൻ അള്ളാഹു പഠിപ്പിക്കാനേ പോവാ. ഇൻഷാ അല്ലാഹ് ഇവരുടെ ക്ലാസ്സുകൾ ഇനി പഠിപ്പിക്കും, പുസ്തകങ്ങളിലൂടെയും പഠിപ്പിക്കും. നിങ്ങൾക്ക് പൂർണ്ണമായും ശൈത്താന്റെ ബാധയാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് നിങ്ങൾ ഷാർജയിലേക്ക് അയച്ചത്. അതെങ്ങനെയാണ് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടത്? എവിടത്തേക്കാണോ പോയി റഹ്മാനടുത്തേക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് പൂർണ്ണമായും ശൈത്താന്റെ ബാധയാണെന്ന് ബോധ്യപ്പെട്ടത്? എനിക്ക് ആ കുട്ടിയെ നേരത്തെ പരിചയമുള്ള ആളാണ്. ആ കുട്ടിക്ക് ഞാൻ ആദ്യം ഇദ്ദേഹത്തിന് മുജാഹിദ് ബാലുശ്ശേരി വിളിച്ചു. മുജാഹിദ് ബാലുശ്ശേരിയോട് ഇങ്ങനെ പറഞ്ഞു, എനിക്കിങ്ങനെ വല്ലാത്ത അസ്വസ്ഥതകളുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു മുഹമ്മദ് ഹസന്റെ അടുത്ത് പോയി നോക്കാൻ പറഞ്ഞു. മുഹമ്മദ് ഹസൻ തന്നെ ഫറൂഖിനുള്ള രീതി മാനസികമായി ചികിത്സിക്കുന്ന ആളാണ്. അയാളടുത്ത് പോയപ്പോ അയാള് പിന്നെ നീ ഇന്ന ആളെന്റെ ഇവിടെ നല്ല എന്തൊക്കെ ചോദിച്ചത്. അപ്പൊ പിന്നെ ആകെ വിഷമായി. പിന്നെ ചെറുതേൻ കൊടുത്തു. പിന്നെ വയറിന്റെ സുഖം മാറിയിട്ട് മാറിയില്ല. അപ്പൊ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത് സുഹൃത്ത് മറിയമിനി കേട്ടിന് സീഡി കേട്ടിട്ട് ഇത് നിങ്ങൾ കേട്ടോളി എന്ന് പറഞ്ഞു. ഇത് കേട്ടാൻ മതി. അപ്പൊ ഇത് കേട്ടാൻ വേണ്ടി ഇവൻ ഇരുന്നാൽ പ്ലെയർ വെച്ചിട്ട് ചെവിയിൽ ഇവനും പ്ലെയറും കൂടി കട്ടിലിട്ട് ഒന്ന് പുറത്തേക്ക് ചാടുക. അങ്ങനെ അവൻ വീണ്ടും മുജാഹിദ് ബാലുശ്ശേരിയെ വിളിച്ചപ്പോ എന്താണ് അറിഞ്ഞൂടാ. അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞു എനിക്ക് കേട്ടിട്ട് ഖുർആന് ശത്രു ആണല്ലോ ഈ ശൈത്താന്റെതാണെന്നാ തോന്നുന്നത്. അതുകൊണ്ട് ഇതിനിപ്പോ നമ്മളിവിടെ ഒന്നും ചികിത്സയൊന്നുമില്ല, ഗൾഫ് രാജ്യങ്ങളൊക്കെ ചികിത്സ ഉണ്ട്. ഈ റുഖിയ ശർഇയ്യ എന്ന് പറയുന്ന കുറെ ആയത്തും ദിക്റും ഒക്കെ കേസറ്റിലാക്കിയിട്ട് അത് വേണമെങ്കിൽ ഞങ്ങൾക്ക് തരാം, നിങ്ങളുടെ വീട്ടിൽ വന്നോളി, ഞാൻ ഗൾഫിൽ പോയപ്പോ കൊണ്ടുവന്നാണ്. അങ്ങനെ ഇവൻ വന്നു. അപ്പോ നിസ്കരിച്ചിട്ട് വരിക, അവനൊന്നുമുണ്ട് ഒന്നോടുകൂടി. അപ്പൊ ഞാൻ എന്റെ ടേപ്പറിക്കകത്ത് സാധാ കാസറ്റാണ് എന്റെ ചെവിയിലിട്ട് വെച്ചു നോക്കുന്നത്. ഞാൻ ഒന്നുമിട്ട് ഞാനിങ്ങനെ ആയത്തിൽ കുറച്ച് ജോലി നിൽക്കാറ് നല്ല ശേഷം എന്റെ ടേപ്പ് ചെയ്യാനുള്ള. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ ഇവൻ എന്നിട്ട് ഭയങ്കര ഒച്ച. ഞാനാകെ ബേജാറ്, എനിക്ക് നെറ്റിരിപ്പ് കൂടി, അത് ആദ്യമായിട്ട് കാണുകയാണല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ ഒക്കെ പറഞ്ഞു നോക്കി, ഒന്നും നിൽക്കുന്നില്ല. അതിൽ സാധ്യം എണീറ്റ് വാടിന്റെ ടേപ്പ് കാർഡ് അപ്പുറത്തേക്ക് മറിഞ്ഞ് നല്ല ലാപ്ടോപ്പിന്റെ ഒരു ഇതുണ്ടായിരുന്നു, അത് കെട്ടി. അപ്പൊ അങ്ങനെ എന്നിട്ട് പിന്നെ പത്ത് കഴിഞ്ഞ് ഉറക്കുന്ന വന്നമാതിരി എന്താണ് നീ കാണിച്ചത്? ഇത് കണ്ടപ്പോ നീ കാണിച്ചല്ലേ? അല്ല, ഉസ്താദിന്റെ അവിടെ ഇരുത്തിയിട്ട് കാസറ്റ് കണ്ടോ 400 വന്നിട്ടുണ്ട്. കലയിലുള്ള എപ്പോ മിന്നുന്നവർ തോന്നി. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ചെയ്യുന്നതിന്റെ സദായി ഞാൻ മാത്രമേ കുട്ടികൾക്കകത്താം. ഡോക്ടർ അബൂബക്കർ സദാവത്ത് എംഎസിന്റെ പഴയ സംസ്ഥാന കുട്ടികൾ പുറത്തേക്കുന്നു. ഞാൻ വാങ്ങി വന്ന പദ്ധതിയൊക്കെ നിങ്ങളിപ്പോ എന്താ അവിടെ വൃത്തി നടത്തി വെച്ചു. ഞാൻ വൃത്തിയെ നടത്തിയൊന്നല്ല അബൂബക്കർ. ഈ കുട്ടി ഇങ്ങനെ എന്താ ഈ കാസറ്റ് കൊണ്ട് വെച്ചു നോക്കിയാണ്. അപ്പൊ ഇതിന്റെ കോലം എങ്ങനെയാ കാണുന്നത്? അപ്പൊ എനിക്ക് തോന്നുന്നത് എന്തോ ഒരു ശൈത്താനിയത്താണ്. ഇപ്പൊ ഇങ്ങനെ ഖുർആൻ കേട്ടാ അങ്ങനെ അളവില്ലോ. അങ്ങനെ ഒരു സംശയം തന്നെ എനിക്കുണ്ടായത്. എനിക്ക് ഏതാണ്ട് സംശയം തോന്നിയപ്പോ ഇങ്ങനെ ചികിത്സ ഒരു ചങ്ങായി ചെയ്യേണ്ടതാണ്. നമ്മളെ പണ്ഡിതന്മാർക്ക് അതിന്റെ എതിർപ്പാണ്. നമ്മുടെ ജന്മത്തിൽ മൊത്തം ഒരു ചർച്ച ചെയ്തിട്ടില്ല. അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി നോക്കാം എന്ന് ഞാൻ അയാളോട് പറഞ്ഞു. ഇതാണ് യഥാർത്ഥം സംഭവിച്ചിട്ടുള്ളത്. ഇയാൾക്ക് താല്പര്യമുണ്ടോ? ഇയാൾക്ക് താല്പര്യം ഇപ്പൊ നിങ്ങൾ പറഞ്ഞ സെയിം സ്റ്റോറിയിലെ ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇഷ്ടം പോലെ കഥകൾ. അത് രണ്ടും തമ്മിൽ വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ഇപ്പൊ നമ്മളെ ആളുകൾക്കുള്ള സംശയം. ഇതിപ്പോ നമ്മളിങ്ങനെ ഖുർആൻ ഓതി കൊടുക്കലും കേൾക്കലും തുടങ്ങിയ ഖുറാഫികളുടെ അതിലേക്ക് പോലേ